ഹായ് ഓൾ, ദിസ് ഇസ് സൺഡേ മോർണിംഗ്. രാവിലെ തന്നെ അമ്മ എണീറ്റ് പിള്ളേർക്കുള്ള പാലൊക്കെ ഉണ്ടാക്കി അമ്മയും കാപ്പിയൊക്കെ ഇട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എണീറ്റപ്പോൾ കുറച്ച് ലേറ്റായി. പറയണ്ടല്ലോ, സാറ്റർഡേ സൺഡേ ഞാൻ ലേറ്റായിട്ട് എണീക്കാറുള്ളൂ. 8:30 8:45 ആയെന്ന് തോന്നുന്നു എണീറ്റപ്പോൾ. സമയം നോക്കിയില്ല. നിലു രാവിലെ പോട്ടിയൊക്കെ പോയി കഴിഞ്ഞ് പാപ്പം പാപ്പം എന്നും പറഞ്ഞ് നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. കുപ്പി ഒന്ന് സ്റ്റെറിലൈസ് ചെയ്തിട്ട് പാല് കൊടുക്കാമെന്ന് കരുതിയിട്ട് പെട്ടെന്ന് കെറ്റിലെ വെള്ളമൊക്കെ വെച്ച് കുപ്പി സ്റ്റെറിലൈസ് ചെയ്യാനായിട്ട്. ഇന്നലെ കണ്ണമ്മോൻ്റെ കയ്യിൽ ഇറച്ചിക്ക് കൊടുത്തു വിട്ടിരുന്നല്ലോ. അവൻ്റെ ഇപ്പോൾ 2 മിനിറ്റ് മുന്നേ ഇറച്ചി കൊണ്ടുവന്നു. അതൊന്ന് കഴുകി നമ്മൾ കുക്കറിലിട്ട് വേവിക്കാൻ പോവാണ്. ഇന്നലെ തന്നെ ഇറച്ചിക്ക് വേണ്ടിയിട്ടുള്ള ചെറിയുള്ളിയും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളകും ഒരു തക്കാളിയൊക്കെ അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. കൊല്ലത്തുനിന്ന് ഇറച്ചി മേടിക്കുമ്പോൾ നമ്മുടെ ഇവിടുത്തെ പോലെ തീരെ കുഞ്ഞു പീസസ് ആക്കി തരില്ല. കുറച്ച് വലിയ പീസസ് ആക്കിയാണ് തരുന്നത്. അപ്പോൾ അത് പിന്നെയും കട്ട് ചെയ്ത് ചെറിയ പീസസ് ആക്കേണ്ടി വരും. വലിയ പീസസ് ഇപ്പോൾ കണ്ടില്ലേ, ഇത്രയും വലിയ പീസൊക്കെ കറിയിൽ കിടന്നു കഴിഞ്ഞാൽ ഇങ്ങനെ നൂല് പോലെ കിടക്കും. പിന്നെ എല്ലാ പീസും അങ്ങനെ തന്നെയാണ്. കരളിൻ്റെതായാലും കൊഴുപ്പിൻ്റെ ആയാലും എല്ലാം വലിയ വലിയ പീസുകളായിരിക്കും. അതൊക്കെ ഒന്ന് നുറുക്കി ചെറിയുള്ളിയും പച്ചമുളകും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഉപ്പും മഞ്ഞൾപ്പൊടിയും ലേശം വിനിഗറും കൂടെ ചേർത്ത് നന്നായിട്ട് കൈവച്ച് കുഴച്ചെടുക്കുന്നുണ്ട്. വിനിഗർ ഒഴിച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് കുഴച്ചുടച്ചെടുത്താൽ ഇറച്ചി പെട്ടെന്ന് വേകും. അത് മാത്രമല്ല, നല്ല സോഫ്റ്റ് ആവും. പിച്ചുമ്പോൾ ഇങ്ങനെ സെപ്പറേറ്റ് ആയി പോരും ഇറച്ചി, അല്ലെങ്കിൽ ഇങ്ങനെ വലിഞ്ഞു വരത്തേയല്ലേ ഉള്ളൂ. പൊട്ടറ്റോയും അരിഞ്ഞ് മഞ്ഞൾപ്പൊടി ഉപ്പിട്ട വെള്ളത്തിൽ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അതേ വെള്ളം തന്നെ ഒഴിച്ചിട്ടാണ് പൊട്ടറ്റോ വേവിക്കുന്നത്. ബീഫിന് ഞാൻ യൂഷ്വലി ഹൈ ഫ്ലെയിമിൽ ഒരു 4 വിസിലും ലോ ഫ്ലെയിമിൽ ഒരു 4 വിസിലും എടുക്കും. ചിലപ്പോൾ ഇത്തിരി മുറ്റിറച്ചിയാണെന്ന് തോന്നുകയാണെങ്കിൽ ലോ ഫ്ലെയിമിൽ ഒരു 6 വിസിലോളം എടുക്കും. അങ്ങനെ തട്ടേ കയറാനുള്ളതൊക്കെ തട്ടേ കയറി കഴിഞ്ഞു. അപ്പത്തിൻ്റെ മാവിൽ ലേശം സോഡാപ്പൊടിയും ഉപ്പും കൂടെ ഇപ്പോൾ ഒന്ന് ഇട്ട് കലക്കി ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇന്ന് അപ്പം ചുടണോ അതോ വട്ടയപ്പം എടുക്കണോ എന്നൊക്കെയുള്ള കൺഫ്യൂഷനിലാണ്. ഞാനത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്തൊക്കെ. ഏതായാലും കാപ്പി കുടിച്ച് കഴിയുമ്പോൾ തലയ്ക്കൊരു ബോധമൊക്കെ വരും. ഏതെങ്കിലും ഒന്ന് ഫിക്സ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് കാപ്പി ഇടുവാണ്. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. സബ്സ്ക്രൈബേഴ്സ് തുടങ്ങിയ സമയത്തൊക്കെ പെട്ടെന്ന് കൂടിക്കൊണ്ടിരുന്നെങ്കിലും ഇപ്പോൾ കുറവാണ്. എന്നാലും കൂടുന്നില്ല എന്നല്ല, കൂടുന്നുണ്ട്. ഡെയിലി രാവിലെ എണീറ്റ് സബ്സ്ക്രൈബേഴ്സിൻ്റെ ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ, കൗണ്ട് എടുത്ത് നോക്കുമ്പോൾ ഒരു 2 പേരെയെങ്കിലും കണ്ടാൽ അത്രയും സന്തോഷമുണ്ട്. പുറകോട്ട് പോകുന്നില്ലല്ലോ, മുമ്പോട്ട് തന്നെയല്ലേ. നോക്കാം എവിടെ വരെ പോകുമെന്ന്. പിന്നെ ഒരു $7 കഥ ഞാൻ അന്ന് പറഞ്ഞിരുന്നില്ലേ, അതിപ്പോൾ ഒരു $10.73 മറ്റോ ആയിട്ടുണ്ട് കേട്ടോ. അത് വളരെ ഇങ്ങനെ മഴയുന്ന പോലെ തന്നെയാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പെട്ടെന്ന് കാശുണ്ടാക്കാനൊന്നും പറ്റില്ലല്ലോ 1K സബ്സ്ക്രൈബേഴ്സിനെ വെച്ചിട്ട്. നമ്മുടെ വീഡിയോസിന് റീച്ച് കിട്ടണ്ടേ. അത്യാവശ്യം യൂട്യൂബ് റെക്കമെൻഡേഷനൊക്കെ നടക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും തന്നെ കാണുന്നത് കൊണ്ടാണ് അത് നടക്കുന്നത്. ഒരു ആവറേജ് പേഴ്സൻറ്റിനപ്പുറം, ആദ്യത്തെ ഒരു 5 മിനിറ്റ്സിനപ്പുറമൊക്കെ ആരെങ്കിലുമൊക്കെ കണ്ടാലേ യൂട്യൂബ് ഇത് റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ. എന്തായാലും എൻ്റെ വീഡിയോ അതിനപ്പുറം കാണുന്നുണ്ട് എന്നാണ് അനലറ്റിക്സിൽ എനിക്ക് കാണാൻ കഴിയുന്നത്. നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് വ്യൂസ് കുറയുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ, നിങ്ങളൊരു 10 മിനിറ്റ് അല്ലെങ്കിൽ 12 മിനിറ്റുള്ള വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ആദ്യത്തെ ഒരു 2 സെക്കൻഡൊക്കെ കഴിഞ്ഞിട്ട് ആൾക്കാരത് സ്വൈപ്പ് ചെയ്ത് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിലൊക്കെ അതിൻ്റെ യൂട്യൂബ് റെക്കമെൻഡേഷൻ കുറയും. മാവിലേക്ക് ഇപ്പോൾ ഇത്തിരി പെരുംജീരകമാണ് ഇടിച്ച് ചേർക്കുന്നത് കേട്ടോ. കാപ്പി കുടിച്ചതോടെ വെളിവ് വീണിരിക്കുന്നു. വട്ടയപ്പം ഉണ്ടാക്കാമെന്ന് കരുതി. എല്ലാ പ്രാവശ്യവും അപ്പം ചൂടയല്ലേ ചെയ്യുന്നത്. വട്ടയപ്പം ലില്ലിയമ്മച്ചിയുടെ സ്പെഷ്യൽ ഐറ്റമാണ്. ക്രിസ്മസിനും ഈസ്റ്ററിനുമൊക്കെ അമ്മച്ചി ഉണ്ടാക്കണം വട്ടയപ്പം. അത്ര സോഫ്റ്റ് ആയിരിക്കും. കൊച്ചുപ്പയുടെയും പപ്പയുടെയും ഒക്കെ ഫ്രണ്ട്സ് അവിടെ വന്ന് കഴിക്കും. ഞാനും ഇവിടുന്ന് പോകും കേട്ടോ. ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ ക്രിസ്മസിനും ഈസ്റ്ററിനും ഒക്കെ രാവിലെ പേരൊപ്പിക്കാനായിട്ട് ഇവിടുന്ന് ബ്രെഡോ സ്റ്റൂവോ ചുട്ട അപ്പോ സ്റ്റൂവോ ഒക്കെ കഴിച്ചിട്ട് ലില്ലിയമ്മച്ചി എടുത്ത് പോയി വട്ടയപ്പവും പോർക്കും ഒക്കെ കഴിച്ചാലേ എനിക്കൊരു സമാധാനമാവത്തുള്ളൂ. വട്ടയപ്പം ഉണ്ടാക്കാനായിട്ട് കുറച്ച് മധുരം അധികം വേണം സാധാ അപ്പം മാവിനേക്കാളും. അതുകൊണ്ട് ആ മാവിൽ 2-3 സ്പൂൺ പഞ്ചസാരയും പെരുംജീരകം പൊടിച്ചതും ചേർത്ത് കലക്കി പാത്രത്തിൽ നെയ്യ് തേച്ചിട്ടാണ് വട്ടയപ്പത്തിൻ്റെ മാവ് ഒഴിച്ചു കൊടുക്കുന്നത്. മാവ് ഒഴിക്കുമ്പോൾ ഒരു 1/4 ഭാഗം മാത്രം മാവ് ഒഴിച്ചാൽ മതി. ഇത് പൊങ്ങി അരഭാഗത്തിന് മേലെയാവും. ഒരുപാട് ഒഴിച്ചാൽ പൊങ്ങിപ്പോവും. ഇവിടെ ഈ 2 പാത്രം മാത്രമാണ് ഇതുപോലെ കറക്റ്റായിട്ട് ഇഡ്ഡലി തട്ടിലെ താഴത്തെ തട്ട് കമത്തിയിട്ടാൽ അതിനകത്ത് സീറ്റിംഗ് ആയിട്ട് ഇരിക്കുന്നത്. ഇറച്ചി വിസിലടിച്ച് തുടങ്ങി. അങ്ങനെ ഹൈ ഫ്ലെയിമിൽ 4 വിസിലും ലോ ഫ്ലെയിമിൽ 4 വിസിലും ഒക്കെ കഴിഞ്ഞു. ബീഫ് എടുത്ത് മാറ്റിയിട്ട് നമുക്കിനി ബീഫ് കറി ഉണ്ടാക്കാം. കടായിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് മുഴുവൻ മസാലകൾ, പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇടത്തില്ല, പട്ടയും ഗ്രാമ്പൂ ഇട്ടിട്ടുണ്ട്. മറ്റേ തക്കോലം ഉണ്ടെങ്കിൽ കുറച്ചിടാം. ഇപ്പോൾ അതില്ല എൻ്റെ കയ്യിൽ. പെരുംജീരകം ഇട്ട് കൊടുത്തു. ഇനി സവാള ആഡ് ചെയ്യാം. സവാള കുറച്ച് ഉപ്പിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. സവാളയ്ക്ക് എന്തോരം കളർ വരുന്നോ അതനുസരിച്ച് കറിയുടെ കളർ കൂടും. സവാള ലൈറ്റായിട്ടിരുന്നാൽ കറി ഓറഞ്ച് കളറായിരിക്കും. ഇതൊക്കെ ഞാൻ കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞു എന്ന് തോന്നുന്നു. എന്തായാലും ഉപ്പിട്ട് സവാള നന്നായിട്ട് വഴറ്റിയെടുക്കാം. അത് ഇത്തിരി സമയം പിടിക്കും. സവാള നേരിയ ഒരു ബ്രൗൺ കളറൊക്കെ പിടിച്ചു തുടങ്ങിയപ്പോൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കാശ്മീരി മുളക് പൊടിയും സാദാ മുളക് പൊടിയുമാണ്.
ഇതിൻ്റെ കൂടെ തന്നെ ലേശം പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത്തിരി മല്ലിപ്പൊടി, മുളക് പൊടീൻ്റെ പകുതി അളവിൽ മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാലയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാത്തത് നമ്മൾ ഇറച്ചിയിൽ ഒരുപാട് മഞ്ഞൾപ്പൊടി ഇട്ട് കുഴച്ചാണ് വേവിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിൽ സെപ്പറേറ്റ് ആയിട്ട് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഈ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരുന്ന പോലെ നന്നായിട്ട് വഴറ്റാം. ഒന്ന് മൊരിഞ്ഞാൽ മതി, കരിയരുത്. ഇത് അരപ്പും പൊടികളും ഒക്കെ ഒന്ന് മൊരിഞ്ഞിട്ട് തക്കാളി ഇട്ട് കൊടുത്താൽ പച്ച ചുവ കുറച്ച് കുറഞ്ഞിരിക്കും. തക്കാളിയിൽ വെള്ളത്തിൻ്റെ അംശം ഉള്ളതുകൊണ്ട് പൊടികളുടെ മുമ്പേ ഇട്ട് കഴിഞ്ഞാൽ പൊടിക്കൊരു പച്ച ഇത് വരും. അത് ഇത്ര പെട്ടെന്ന് ഇത്ര കളർ പിടിക്കത്തില്ല. പിന്നെ ഒരുപാട് കാശ്മീരി മുളക് പൊടിയൊക്കെ ആഡ് ചെയ്യേണ്ടി വരും കറിക്ക് നല്ല നിറം വരാനായിട്ട്. അപ്പോൾ ഇതൊക്കെ വഴറ്റിയിട്ട് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി ഒന്ന് ഉടഞ്ഞ് വരുമ്പോൾ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫിൻ്റെ കൂട്ട് ഇട്ട് കൊടുക്കാം. ആ കുക്കർ കഴുകുന്ന ഒരു ലേശം വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം പിന്നെ ഇത് ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് കറി കുറുകും. അപ്പോൾ വേണമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിത് ഓരോ തവണ ചൂടാക്കാൻ നേരത്ത് ഇത്തിരി വെള്ളം ഒഴിച്ച് തന്നെയാണ് ചൂടാക്കി എടുക്കുന്നത്. ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ ലഞ്ചിന് ഇറച്ചിക്കറി എടുക്കാൻ നേരത്ത് ലേശം വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് തിളപ്പിക്കും. അപ്പോൾ കറിയും കൂടും. അത് കുറുകിയിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ. അന്നേരത്തേക്ക് ഒരു നല്ല കൺസിസ്റ്റൻസിയിൽ കറി കിട്ടുകയും ചെയ്യും. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പൊട്ടറ്റോയും ലേശം വെള്ളവും, ആ മുഴുവൻ വെള്ളവും ഞാനിപ്പോൾ എടുത്തില്ല, കാരണം ഓൾറെഡി ഞാനിതിൽ വെള്ളം ആഡ് ചെയ്തത് കൊണ്ട് അത് ഞാൻ മറന്നുപോയി അതിൽ വെള്ളം ഉണ്ടെന്നുള്ള കാര്യം. അല്ലെങ്കിൽ ആ മഞ്ഞപ്പൊടിയിട്ട വെള്ളം കൂടുതൽ ചേർക്കുന്നതാണ് നല്ലത്, കാരണം ഈ കറിയിൽ ഇതുവരെ മഞ്ഞപ്പൊടി നമ്മൾ ചേർത്തിട്ടില്ലല്ലോ. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 3 to 4 minutes വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. വട്ടയപ്പം ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. വളരെ കെയർഫുള്ളായിട്ട് എടുക്കണം. ഞാനൊരു തുണിയൊക്കെ വെച്ചിട്ട് എടുക്കുന്നുണ്ട്. 2 പാത്രത്തിൽ ഒഴിക്കുന്നത് ഒന്ന് മാറ്റുമ്പോൾ തന്നെ നമുക്ക് അടുത്തത് പ്ലേസ് ചെയ്യാമല്ലോ. പക്ഷേ അടുത്ത പാത്രം വെക്കുന്നതിന് മുമ്പ് ഒന്ന് കുലുക്കി താഴെ വെള്ളം ഉണ്ടോ എന്ന് നോക്കണം. കരിഞ്ഞ് പുക കയറിയാൽ ഇതൊന്നിനും കൊള്ളാണ്ടാവും. ലിലിയമ്മച്ചി ഉണ്ടാക്കുന്ന അത്ര പെർഫെക്ഷനും രുചിയും ഒന്നും വന്നില്ലെങ്കിലും ഏതാണ്ടൊക്കെ സെറ്റായിട്ടുണ്ട്. ഇത് കത്തിക്ക് മൂർച്ച കുറവായതുകൊണ്ടാണ് കേട്ടോ. അതോ ഇനിയിപ്പം മാവിൻ്റെ പരുവത്തിൻ്റെ ആണോ എന്നറിയത്തില്ല. പിന്നെ അമ്മച്ചിയുടെ അവിടുത്തെ കത്തിയൊക്കെ ഭയങ്കര മൂർച്ചയാട്ടോ. അമ്മച്ചി എല്ലാ ദിവസവും അലക്കുകല്ലിലൊക്കെ കൊണ്ടുപോയി മൂർച്ചയിടും. നല്ല മീനൊക്കെ വെട്ടാനുള്ളതുകൊണ്ട്. നമ്മൾ പിന്നെ കത്രികയല്ലേ കൂടുതൽ യൂസ് ചെയ്യുന്നത്. എന്തായാലും തരക്കേടില്ലാത്ത നല്ല സ്പഞ്ച് കണക്ക് അപ്പം വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ യൂട്യൂബ് റെക്കമെൻഡേഷൻ്റെ കാര്യം പറഞ്ഞില്ലേ, നമ്മുടെ ഈ ലോങ് വീഡിയോസ് ഒരു ആവറേജിനപ്പുറം ആൾക്കാർ കണ്ടാലേ, ഇത്ര ലെങ്ത്തിനപ്പുറം ആൾക്കാർ കണ്ടാലേ അത് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ. എൻ്റെ ലാസ്റ്റ് പോസ്റ്റ് ചെയ്ത വീഡിയോയ്ക്ക് ഇപ്പോൾ ഇന്ന് രാവിലെ ഞാൻ അനലറ്റിക്സ് എടുത്ത് നോക്കിയപ്പോൾ അതിൻ്റെ ആൾക്കാർ കുറച്ച് ലോങ് ആയിട്ട് ആ വീഡിയോ വ്യൂ ചെയ്യുന്നത് കൊണ്ട് എൻ്റെ യൂഷ്വലിനെക്കാളും യൂട്യൂബ് റെക്കമെൻഡേഷൻസ് കൂടുതലാണ്. ഈ യൂട്യൂബ് റെക്കമെൻഡേഷൻസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരാൾ ചുമ്മാ സ്വൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വീഡിയോ ഇങ്ങനെ തള്ളിയിട്ട് കൊടുക്കൂലേ മുന്നിലോട്ട്, അതാണ് സംഭവം. അപ്പോൾ എനിക്ക് ഒരു 841 ഓളം വ്യൂസ് വന്നിരിക്കുന്നത് യൂട്യൂബ് റെക്കമെൻഡേഷൻസിൽ നിന്ന് മാത്രമാണ് ഇപ്പോൾ. ഇത് കുക്കുസാറിന് വട്ടയപ്പവും ഇറച്ചിക്കറിയും കൊടുക്കുന്നതാണ്. നിലുവിന് ഷുഗർ ഇട്ടാട്ടോ കൊടുക്കുന്നത്. ഇതിൻ്റെ അകത്തുള്ള 2-3 പൊട്ടറ്റോ ഒക്കെ ആ പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. അതൊന്ന് കഴുകിയിട്ട് വെച്ചിട്ടുണ്ട്. അത് ഉടച്ച് വായിൽ വെച്ച് കൊടുത്താൽ അത് കഴിച്ചോളും. അപ്പോൾ റെക്കമെൻഡേഷൻസ് ഇല്ലേ, എനിക്ക് സാധാരണ അത് 600 to 780 ആണ് വരുന്നത്. അപ്പോൾ ഇന്നലത്തെ വീഡിയോ പക്ഷേ 841 വന്നിട്ടുണ്ട് യൂട്യൂബ് റെക്കമെൻഡേഷൻസ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ വീഡിയോയിൽ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു എലമെൻറ്റ് ഉണ്ടെങ്കിൽ അത് വീഡിയോയുടെ ആദ്യം വയ്ക്കുക, ലാസ്റ്റ് കൊണ്ടുപോയി വെക്കരുത്. അതായത് ആൾക്കാരെ പിടിച്ചിരുത്തുന്ന എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അത് വീഡിയോയുടെ തുടക്കത്തിൽ വെക്കണം. ഒരു 5 മിനിറ്റിനപ്പുറം ആൾക്കാരത് കണ്ടു കിട്ടണം. അങ്ങനെ കിട്ടുമ്പോഴാണ് നമുക്ക് റെക്കമെൻഡേഷൻസ് കൂടുന്നത്. ബാക്കി എന്തിനേക്കാളും വ്യൂസ് കൂടുന്നത് ഈ യൂട്യൂബ് റെക്കമെൻഡേഷൻസ് എന്നാണ്. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ട്രൈ യുവർ ബെസ്റ്റ്. എല്ലാവർക്കും നല്ല വ്യൂസൊക്കെ കിട്ടട്ടെ. ഞാൻ അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാരുടെ വീഡിയോസൊക്കെ ഞാൻ കാണുമ്പോൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. എന്തെങ്കിലും നമുക്കിപ്പം പറയേണ്ട കാര്യം, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചില ആൾക്കാർ എനിക്ക് യൂട്യൂബ് മണി വന്നു എന്നും പറഞ്ഞിട്ട്, ഒരു എക്സാമ്പിളാണ് കേട്ടോ, വീഡിയോ ഇടത്തില്ലേ. പക്ഷേ ആ വീഡിയോയുടെ ആദ്യത്തെ ഒരു 3 മിനിറ്റ് കണ്ടാൽ കൂടി അതിനെപ്പറ്റി ഒന്നും പറയത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതങ്ങ് മാറ്റും. അല്ലെങ്കിൽ ഇനി സ്വൈപ്പ് ചെയ്തങ്ങ് എൻഡ് വരെ പോകും. അപ്പോൾ നിങ്ങളിതുപോലെ ക്യാപ്ഷനിൽ കൊടുക്കുന്ന കാര്യം, അതിൻ്റെ ഒരു ഹൈലൈറ്റ്, ആ വീഡിയോയുടെ ഒരു ഹൈലൈറ്റഡ് എലമെൻറ്റ് ആദ്യം തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ അരി അടുപ്പിയിട്ടിട്ടുണ്ട് കേട്ടോ. അടുപ്പെന്നേ വരത്തുള്ളൂ. അരി ഗ്യാസിലിട്ടിട്ടുണ്ട്. പിന്നെ കറിക്ക് പപ്പടവും കൂടെ കാച്ചിയെടുക്കുന്നുണ്ട്. ഇന്നലത്തെ കുക്കുംബറും തക്കാളി ഇട്ട് ഒഴിക്കാൻ വെച്ചത് കുറച്ച് ഫ്രിഡ്ജിലിരിപ്പുണ്ട്. അതുകൊണ്ട് വെജിറ്റബിളും ചാറ് കറിയൊന്നും വെക്കുന്നില്ല. അമ്മയും കുക്കുവും നിലവും കൂടെ അമ്മയുടെ അനിയത്തിയുടെ വീട്ടിലോട്ട് പോയിട്ടുണ്ട് കേട്ടോ. കുറച്ച് നേരമായി പോയിട്ട് കാണുന്നില്ല. എന്തായാലും ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ പോയി ഇന്നലെ പോസ്റ്റ് ചെയ്യാനുള്ള വീഡിയോയും ഒക്കെ എഡിറ്റ് ചെയ്തിട്ടാണ് കിച്ചണൊക്കെ അടുക്കി പെറുക്കി വെച്ചത്. അപ്പോൾ രാവിലെ കഴുകിയ പാത്രങ്ങളൊക്കെ ഏതാണ്ട് ഉണങ്ങി. ബ്രേക്ക്ഫാസ്റ്റ് വളരെ ലേറ്റായിട്ട് കഴിച്ചതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാനായിട്ട് ഇപ്പോൾ ഒരു 1 മണിയായിട്ടുണ്ടാവും. ആർക്കും വിശപ്പില്ല. ആലൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് കുറച്ച് മുമ്പാണ്, ലേറ്റായിട്ടാണ് കഴിച്ചത്. അതുകൊണ്ട് ആലനും ഇനി കഴിക്കാൻ ഒത്തിരി വൈകും. പിന്നെ ആലന് സിസിജിയിൽ പോകണമെന്ന് തോന്നുന്നു. അപ്പോൾ ചിലപ്പോൾ ഒരു 2-2:30 ആകുമ്പോഴത്തേക്ക് കഴിച്ചിട്ട് പോകും. ആ സമയത്ത് എന്തായാലും ഞാൻ ഉറക്കമായിരിക്കും. ഈ സാറ്റർഡേ സൺഡേ എങ്കിലും ഉച്ചയ്ക്ക് ഇച്ചിരി കിടന്നില്ലെങ്കിൽ എന്തോ പോലെയാണ്. അപ്പോൾ ഇന്നലത്തെ കുക്കുംബറും തക്കാളിക്കറിയും കൂടെ അവനിൽ വെച്ച് ചൂടാക്കുന്നുണ്ട്. ഞാനൊരു 1 മിനിറ്റൊക്കെ ഹീറ്റ് ചെയ്യത്തുള്ളൂ, അത് മതിയാവും.
ഇറച്ചിക്കറിയും വീണ്ടും കുറച്ച് വെള്ളം ഒഴിച്ച് അവിടെ ഗ്യാസ് ഓൺ ചെയ്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ചൂടോടെ ഇറച്ചിക്കറി കഴിക്കാനാണ് ടേസ്റ്റ്. അതിൽ നല്ല കൊഴുപ്പുണ്ട്. ഈ കൊല്ലത്തുനിന്ന് ഇറച്ചി മേടിക്കുമ്പോൾ കരളിനെക്കാളും നല്ല കൊഴുപ്പും നല്ല ഇറച്ചിയാണ്. അപ്പോൾ കറി പെട്ടെന്ന് ഇങ്ങനെ പറ്റിയിരിക്കും കേക്ക് പോലെ. അപ്പോൾ ഇങ്ങനെ തിളപ്പിച്ച് വേണം എടുക്കാൻ ഓരോ തവണയും. അത് നിങ്ങളും അങ്ങനെ ആയിരിക്കുമല്ലോ. ഇനി അരി അടച്ചിടാം. അരിയായി. ഇതിൻ്റെ അകത്തേക്ക് ഞാൻ ഇന്ന് തിളപ്പിച്ച വെള്ളം ഒഴിക്കുന്നില്ല, കാരണം അരി ഇത്തിരി വെന്ത് പോയി കേട്ടോ. പിന്നെ ഇറച്ചിക്കറിയും ചോറും ഒക്കെ ആകുന്നതുകൊണ്ട് അതൊന്നും ആരും ശ്രദ്ധിക്കത്തില്ല. ഇനിയും തിളപ്പിച്ച വെള്ളം ഒഴിച്ചാൽ ശരിയാവത്തില്ല. അത് കുറച്ച് നേരം വെച്ചിരിക്കുകയും വേണമല്ലോ. അതുകൊണ്ട് ഇന്ന് അഡീഷണൽ വെള്ളം ഒഴിക്കുന്നില്ല, അങ്ങനെ തന്നെ ഊറ്റിയിട്ടു. കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. ഇനിയിപ്പോൾ കഴിക്കുന്ന പാത്രം മാത്രമല്ലേ വരത്തുള്ളൂ. ലഞ്ച് കഴിച്ച് കഴിഞ്ഞ് പാത്രവും കഴുകി കയറി കിടന്നുറങ്ങാമല്ലോ. അങ്ങനെ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ആലനെ നോക്കിയപ്പോഴത്തേക്ക് ഏതാണ്ട് ഒരു ഫിലിമും കണ്ട് ആളങ്ങ് ഉറക്കമായി. ഇത് എബിയാണ് കേട്ടോ. ആലൻ്റെ ഫ്രണ്ടുമാണ്. പിന്നെ എൻ്റെ കൂടെ 10th പഠിച്ചതായിരുന്നു. ഞങ്ങൾ വേറെ ബാച്ചായിരുന്നു ഒരു വർഷം. അപ്പോൾ ഇന്ന് എന്നെ വീഡിയോയിൽ കാണിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ പോകുന്നത്. ഞാനവിടെ അമ്മയും അവരും വരുന്നത് വായി നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. എൻ്റെ സ്റ്റാൻഡ് മിക്കവാറും താഴെ വീഴും, അത്രയ്ക്ക് കാറ്റുണ്ടായിരുന്നു. ഈ ഓണത്തിൻ്റെ സമയത്തും ക്രിസ്മസിൻ്റെ സമയത്തും ഒക്കെ നല്ല കാറ്റാണ് കേട്ടോ. നല്ല കരക്കാറ്റ്. കരയിൽ നിന്ന് കടലിലോട്ടുമുള്ള കാറ്റുണ്ടാവും, പിന്നെ കടലിൽ നിന്ന് കരയിലോട്ടുള്ള കാറ്റും ഉണ്ടാവും. നല്ല രസമാണ് വെളിയിൽ നിൽക്കാൻ. അങ്ങനെ നിന്നപ്പോഴത്തേക്ക് അവരെത്തി. കുക്കുവിനും നിലുവിനും ഉള്ള ചോറാണ്. അമ്മയുടെ അനിയത്തിയുടെ പേര് വയലറ്റ് എന്നാണ് കേട്ടോ. പൊടിയെന്ന് വിളിക്കും, പൊടിയാൻറ്റി. പൊടിയാൻ്റെ വീട്ടിൽ നിന്ന് നിലു ഒരു ഇഡ്ഡലിയൊക്കെ കഴിച്ചിട്ടുണ്ട്. ചിലപ്പോഴേ ചോറ് കഴിക്കത്തുള്ളൂ. പക്ഷേ ഇഡ്ഡലി കഴിച്ചിട്ട് കുറച്ച് നേരം ആയി. പിന്നെ എനിക്കൊന്ന് ഉറങ്ങണമല്ലോ, അമ്മേനെയും കിടത്തി ഉറക്കണം. അമ്മ പകൽ ഉറങ്ങത്തില്ല. ഇവൻ്റെ പുറകെ നടന്ന് ആളാകെ ടയേർഡാണ്. അപ്പോൾ നിലു കിടക്കുന്ന സമയത്ത് ഞാൻ 2 വഴക്കൊക്കെ പറഞ്ഞ് കിടത്തി ഉറക്കും. അപ്പോൾ അതുകൊണ്ട് അവന് ഇത്തിരി ചോറ് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ഉറങ്ങും ചോറ് ഇത്തിരി ചെന്ന് കഴിഞ്ഞാൽ. പിന്നെ ഞാൻ ഈ യൂട്യൂബിലെടുക്കുന്ന വീഡിയോയിലെ യൂട്യൂബിന് വേണ്ടി എടുക്കുന്ന വീഡിയോ, അത് ആ ചരിഞ്ഞ റേഷ്യോയിൽ എടുക്കുക. ഞാൻ 16:9 റേഷ്യോയിൽ എടുക്കാത്ത എന്താണെന്നറിയാമോ? എനിക്കങ്ങനെ വീഡിയോ എടുക്കുമ്പോഴേ പഴയ ടോം ആൻഡ് ജെറിയിൽ മറ്റേ ആ ലേഡി ഉണ്ടല്ലോ, മുഖം കാണാത്ത ലേഡി, അതുപോലെ ഇരിക്കും. നമ്മുടെ ആ ഫുൾ സൈസ് കിട്ടത്തില്ല. എനിക്കെന്തോ അങ്ങനെ കാണുമ്പോൾ അതിന് റീൽസ് ഞാൻ ആദ്യം ചെയ്ത് തുടങ്ങിയത് കൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല, ഫോൺ അങ്ങനെ ചരിച്ച് വെക്കുമ്പോഴത്തേക്ക് എനിക്കിഷ്ടമാവുന്നില്ല ആ ഫ്രെയിം. ഇതാണെങ്കിൽ ഇങ്ങനെ വെക്കുമ്പോൾ എൻ്റെ ഓരോ ഫ്രെയിമും ഞാൻ ആദ്യം പോയി നിന്ന് നോക്കിയിട്ടാണ് ഞാൻ അതിൻ്റെ അകത്തേക്ക് വരുന്നത്, എൻ്റെ ഓരോ ഫ്രെയിമിലേക്കും. അപ്പോൾ നിങ്ങൾക്കും ഇതിഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ചരിച്ചെടുക്കാത്തത്. അതെനിക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്തോ. നമുക്ക് നോക്കാം വഴിയെ. കിച്ചൺ ടൂറും ഹോം ടൂറും ഒക്കെ അങ്ങനെ തന്നെ. ഹോം ടൂർ ഇനി വരുന്നതേ ഉള്ളൂ. അങ്ങനെ തന്നെ ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. എന്നാലേ എല്ലാം കൂടെ കിട്ടത്തുള്ളൂ. ആരോ എവിടെയോ തുണി അലക്കുന്നുണ്ട്. വൈകുന്നേരം ഉറക്കമൊക്കെ എണീറ്റ് ചായ ഇട്ടു. കൊച്ചു വന്നിട്ടുണ്ട് കേട്ടോ, അനീച്ചാച്ചൻ്റെ മോൻ. അപ്പോൾ 2 പേരെയും കൂടെ, കുക്കൂനെയും കൊച്ചുവിനെയും കൂടെ ഞാൻ കടയിൽ വിട്ട് പഴംപൊരി മേടിച്ചു. 50 രൂപയ്ക്ക് 5 പഴംപൊരി കിട്ടി. അമ്മയ്ക്കുള്ളതെടുത്ത് മാറ്റി വെച്ചിട്ട് പിള്ളേർക്കുള്ളത് ഓരോ ബൗളിൽ കൊടുത്തു. ഞാൻ ദേ ചായ കുടിക്കാനായിട്ട് മേളിൽ വന്നിട്ടുണ്ട്. എല്ലാ പ്രാവശ്യവും എല്ലാ ദിവസവും വിചാരിക്കും സൺസെറ്റ് എടുക്കണമെന്ന്, പക്ഷേ കറക്റ്റായിട്ട് മിസ്സാവും. ഞാൻ വന്ന് നോക്കുമ്പോൾ ഏകദേശം സെറ്റ് ചെയ്യാനുള്ള പരുവത്തിലൊക്കെ നിൽക്കും. പക്ഷേ ഞാൻ ക്യാമറയായിട്ട് വരുമ്പോഴത്തേക്ക് ആൾ പോയി കളയും. നിലുവും സേറയും കൂടെ അവിടെ പറമ്പിൽ നിൽപ്പുണ്ട് കേട്ടോ. ദേ നിൽക്കുന്നു. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയത്തില്ല. വല്ല അട്ടേനെയോ തുമ്പീനെയോ ഒക്കെ നോക്കിക്കൊണ്ട് നിൽക്കുന്നതാണ്. അനീച്ചാച്ച വന്നിട്ടുണ്ടായിരുന്നു കൊച്ചുവിനെ വിളിക്കാനായിട്ട്. അങ്ങനെ അവർ ഫുട്ബോൾ കളിച്ച് ഇപ്പം എൻ്റെ സ്റ്റാൻഡ് ഒടിയും. അതാ ഒടിഞ്ഞിരിക്കുന്നു. താഴത്തെ ഒരു കമ്പി ഒടിഞ്ഞു പോയി. പിന്നെ ഞാൻ നേരെ ലില്ലിയംസിൻ്റെ വീട്ടിലോട്ട് പോയി. ഇതിവിടുത്തെ ത്രിമൂർത്തികളാണ് കേട്ടോ. ലില്ലിയമ്മച്ചി, ആച്ചിയമ്മ, മണിച്ചി ആൻറ്റി. അപ്പോൾ ഞാൻ കൊണ്ട് ക്യാമറ വെച്ചതിന് ലില്ലിയമ്മച്ചി ഇങ്ങ് വാ, അവൾ ഇതേ വീഡിയോ പിടിക്കുന്നു, വന്നിരിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട്. എന്തൊരു ഇന്നസെൻസ് ആണല്ലേ. എല്ലാവരെയും വിളിച്ചു. 3 പേരും വന്നിരുന്നു. കൂട്ടുകാരാണ് കേട്ടോ, ചങ്കാണ് ഇത് 3 പേരും. മണിച്ചാൻ്റിയുടെ ഇത് തൊട്ട് പുറകിലെ വീടാണ്. ആച്ചിയമ്മയുടെ വീടാണ് ആ സൈഡിൽ കാണുന്നത്. ആച്ചിയമ്മ, ആച്ചിപ്പപ്പ, ആച്ചി ചേച്ചി. ബിജു അങ്കിൾ ഉണ്ടായിരുന്നു കേട്ടോ. ഗൾഫിൽ വെച്ച് അറ്റാക്ക് വന്ന് മരിച്ചുപോയി. ഈ ആച്ചിയമ്മയുടെ ഒറിജിനൽ പേരെന്താണെന്ന് എനിക്കിതുവരെ അറിയത്തില്ല. ആച്ചിയമ്മ എന്നും ആച്ചിയമ്മയുടെ ഹസ്ബൻഡിനെ ആച്ചിപ്പപ്പ എന്നും മോളെ ആച്ചി ചേച്ചി എന്നുമാണ് ഞാൻ വിളിക്കുന്നത്. ആച്ചിപ്പപ്പയുടെ പേര് ആൻ്റണി എന്നായിരുന്നു. കാരണം മരിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഫോട്ടോയും ഇതൊക്കെ റീത്തൊക്കെ വെച്ചപ്പോൾ ഞാൻ കണ്ടത് ആ പേര് ആൻ്റണി എന്നാണെന്ന്. ഇവിടെ വന്നപ്പോൾ ഇന്നലത്തെ പോലെ തന്നെ കണ്ണൻ്റെ കൂട്ടുകാർക്ക് പാനിപ്പൂരി വേണമെന്ന് പറഞ്ഞിട്ട് മിനിയാൻ്റെ അതിൻ്റെ പ്രിപ്പറേഷനിലാണ്. ആ കുക്കറിലുള്ളത് കിഴങ്ങും കടലയും കൂടെ വേവിക്കാൻ വെച്ചിരിക്കുന്നത്. ഇത് പുതിനയിലയും മല്ലിയിലയും പച്ചമുളകും ഇഞ്ചിയും കൂടെ മിക്സിയിൽ അരച്ച് അത് പിഴിഞ്ഞ് അതിൻ്റെ ചാറിലേക്ക് ചാട്ട് മസാലയും കുറച്ച് ബ്ലാക്ക് പെപ്പറും ബ്ലാക്ക് സോൾട്ടും ചാട്ട് മസാലയും ബ്ലാക്ക് സോൾട്ടും കൂടി ഇട്ട് മിക്സ് ചെയ്യുന്നതാണ്. അതിന് എന്തോ പേര് പറഞ്ഞു, ഞാൻ മറന്നുപോയി. അത് കുഴപ്പമില്ല, എന്തോ ഒരു വെള്ളം. ഇത് പിന്നെ ശർക്കര ഉരുക്കുന്നതാണ്. ഇനി അടുത്ത ഐറ്റം കട്ട മീട്ട പാനിയെന്നോ അതോ മീട്ട കട്ട പാനിയെന്നോ അങ്ങനെ എന്തോ പാനിയാണ്. അതിനായിട്ട് ശർക്കര ഉരുക്കുന്നതാണ്. ആദ്യത്തെ ആ വെള്ളമില്ലേ, അതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. ഈ കട്ടാമീട്ട പാനിക്ക് ശർക്കര ഉരുക്കിയിട്ട് അതിലേക്ക് പുളിവെള്ളവും കൂടെ പിഴിഞ്ഞൊഴിച്ചിട്ട് വീണ്ടും ഇതുപോലെ ചാട്ട് മസാലയും ഈ ബ്ലാക്ക് സോൾട്ടും ആഡ് ചെയ്തിട്ടാണ് ആ ഒരു ലിക്വിഡും ഉണ്ടാക്കുന്നത്.
ഈ ബ്ലാക്ക് സോൾട്ടിന് ഒരു നല്ല മണമുണ്ട് കേട്ടോ. ഇതിൻ്റെ ഫുള്ള് സ്മെല്ല് അതിൻ്റെ അകത്താണ് ഇരിക്കുന്നതെന്നാണ് തോന്നുന്നത്. ഇത് എന്ത് സാധനമാണെന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ മിനിയാൻറ്റി പറയുന്നുണ്ടായിരുന്നു, ഉപ്പിനും പകരം ആദ്യം ഇത് ആഡ് ചെയ്തിട്ട് വേണം ഉപ്പ് ആഡ് ചെയ്യാനായിട്ട്, ഇതാണ് ഈ മണമൊക്കെ തരുന്നത്. എന്നിട്ട് ഞാൻ മണത്ത് നോക്കി, അപ്പം കറക്റ്റാണ്, ആ ഒരു ഐറ്റംസിൻ്റെ ഒക്കെ മണം അതിൻ്റെ അകത്തുണ്ട്. പിന്നെ ഇതിന് ഉണ്ടാക്കുന്ന ഈ വെള്ളമെല്ലാം ആദ്യം തിളപ്പിച്ച് തണുപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് ആ വെള്ളത്തിലാണ് ഇതുണ്ടാക്കുന്നത്. എന്നാൽ ഇത് ചീത്തയാവാതെ കുറച്ച് നേരം ഇരിക്കത്തുള്ളൂ. ഇനി നമ്മുടെ കടിച്ചാൽ പൊട്ടാത്ത ആ പാനിയുടെ അതിൻ്റെ അകത്തും ഇതേ കണക്ക് ചാറ്റ് മസാലയും ബ്ലാക്ക് സോൾട്ടുമാണ് ഇപ്പം മിനിയാൻറ്റി ആഡ് ചെയ്ത് കൊടുത്തത്. അതും ഇതുപോലെ തിളപ്പിച്ച് തണുത്ത വെള്ളമാണ്. പിന്നെ ഈ കൂട്ടിൻ്റെ അകത്ത് പൊട്ടറ്റോയും ബ്ലാക്ക് കടലയുമാണ് കേട്ടോ മിനിയാൻറ്റി വേവിച്ചെടുത്തത്. വൈറ്റ് കടലയാണ് യൂഷ്വലി വേവിക്കുന്നത്, പക്ഷേ ബ്ലാക്ക് കടല ആയാലോ ഗ്രീൻ പീസ് ആയാലോ വലിയ വ്യത്യാസമൊന്നും അതിൽ വരത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇതിരുന്ന് ഫില്ല് ചെയ്യുവാണ്. ഞങ്ങൾ ഫില്ല് ചെയ്യും, അവൻ കഴിക്കും. പിന്നെ ഞാനൊരു 3-4 എടുത്ത് അലനും കൊണ്ട് കൊടുത്തു. ഒരു 7:30-8 മണി പരുവായപ്പോഴത്തേക്ക് അമ്മ കുക്കുവിനും ചോറ് വാരി കൊടുത്തു. നിലുവിന് ചോറ് കൊടുത്തു കഴിഞ്ഞപ്പോൾ അലനും ഫ്രണ്ട്സുമാണ് കേട്ടോ കുരിശടിയുടെ സൈഡിൽ നിൽക്കുന്നത്. മഴ പെയ്തു, അപ്പോൾ എല്ലാവരും കടപ്പുറത്ത് നിന്ന് കയറി. പിന്നെ നിലുവും ചോറൊക്കെ കഴിച്ചു, അവനെയും കുളിപ്പിച്ചു. അത് കഴിഞ്ഞപ്പോഴേക്ക് ലില്ലിയമ്മച്ചി കുക്കുവിൻ്റെ ഹെഡ് ക്ലീനിങ് പ്രോസസ്സിലേക്ക് കിടന്നു. ഒരുപാട് പെയിനുണ്ട് കേട്ടോ. പിന്നെ ഒരു 9 മണി ആയപ്പോഴത്തേക്ക് ഭക്ഷണമൊക്കെ കഴിഞ്ഞല്ലോ, എനിക്കിനി ഒന്നും വേണ്ട. പാനിപ്പൂരി കഴിച്ചതുകൊണ്ട് പാനിപ്പൂരിയുടെ വെള്ളം ഇല്ലാതെ പൂരിയും കറിയും പോലെ അത് ഞാൻ കഴിച്ചു. ഇനി കുക്കുവിനെ ഹിന്ദിയാണ് കേട്ടോ പഠിപ്പിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഞാനെൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും ചെയ്യുന്നുണ്ട്. ഹിന്ദി ആയതുകൊണ്ട് തന്നെ ഇനി കുറച്ച് കഴിയുമ്പോൾ ഇവിടെ ചില അനിഷ്ട സംഭവങ്ങളൊക്കെ നടക്കും. തുടങ്ങിയിട്ടുണ്ട് കരച്ചിൽ. ഇനി പിന്നെ അപ്പൻ വന്ന് ജാമ്യത്തിൽ എടുത്തുകൊണ്ട് പോകണം, അതിനാണിത്. അവർ പിന്നെ ഇപ്പുറത്ത് വന്നു കേട്ടോ, നമ്മുടെ കാർ പോർച്ചിലേക്ക് വന്നു. ഞായറാഴ്ചത്തെ പരിപാടികളൊക്കെ കൊടിയേറി നടക്കുകയാണ്. ഇത് ആലൻ്റെ കസിൻ ആൽവിൻ്റെ വൈഫ് കൊച്ചു എറണാകുളംകാരിയാണ്. അവൾ കുറച്ച് കരൾ ശരിയാക്കിക്കൊണ്ട് വന്നതാണ്. അത് അവർക്ക് ടച്ചിങ്സിന് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് ഉള്ളിയൊക്കെ ഇട്ട് കൊണ്ടു കൊടുത്തു. അപ്പോഴേക്ക് എബിയുടെ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ എൽദോനെ സിനിമയിലെടുത്തു എന്നും പറഞ്ഞിട്ടുള്ള ബഹളമാണ് ആ നടക്കുന്നത്. പിന്നെ ഞാൻ വന്ന് ചപ്പാത്തി ഉണ്ടാക്കി, ഇറച്ചിക്കറി ഒന്ന് ചൂടാക്കി വെച്ചു. അതിന്ന് കുറച്ച് ആ കരളിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റി വെച്ചത് ആലിന് ചപ്പാത്തിയിലൂടെ കൊടുക്കാനാണ് കേട്ടോ. അപ്പോൾ എനിക്കിനി പ്രത്യേകിച്ച് കറി ഉണ്ടാക്കണ്ടല്ലോ. ഈ ഒരേ കറി 3 നേരം ആയാലും ബോറടിക്കും. അതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ അമൃതവും കാച്ചുന്നുണ്ട്. ഞാനിവിടെ എപ്പോഴും തമാശയ്ക്ക് പറയും കേട്ടോ, നിലുവും ഇപ്പോൾ കണ്ട എബിയും തമ്മിൽ മറ്റേ നിറത്തിലെ സോന എബി ബന്ധമാണെന്ന്. ഇവനിങ്ങനെ എബി ഇതിലെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നിലു ഇവിടെ കിടന്ന് എബി എടാ എബി എബി ഡാ എന്നൊക്കെ സോന വിളിക്കുന്ന അതേ ടൂണിലൊക്കെ കിടന്ന് വിളിക്കുന്നത് കേൾക്കാം. അങ്ങനെ അലൻ്റെ എല്ലാ ഫ്രണ്ട്സുമായിട്ടും അവൻ നല്ല ക്ലോസ് ആണ്. ഇത് അമ്മയ്ക്കുള്ള ചോറാണ്, കുറച്ച് മോരുകറിയും കുറച്ച് ഇറച്ചിക്കറിയൊക്കെ ആയിട്ടാണ് ഞാൻ എടുത്ത് കൊടുക്കുന്നത്. ഇറച്ചിക്കറി അവിടെ ചൂടായതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിൽ അവനിൽ വയ്ക്കാത്തത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് അപ്പവും വൈനുമാണ് കേട്ടോ. ഒരു സത്യക്രിസ്ത്യാനിയുടെ ഡിന്നറായിട്ട് കൂട്ടിക്കോ. നാളെ കാണാം.